നമ്മൾ കഴിക്കുന്ന തേൻ കേടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. എങ്കിലും ഞാൻ പറയാണ്, നമ്മൾ കഴിക്കുന്ന തേൻ അത്ര പെട്ടെന്നൊന്നും കേടാവില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം 3000 വർഷങ്ങൾ വരെ പഴക്കമുള്ള തേൻ ചില ഈജിപ്ഷ്യൻ ശവക്കുഴികളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്നും നമുക്ക് കഴിക്കാൻ പറ്റും എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ തേൻ കേടാവാതിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് കാരണം അതിൻ്റെ ആ ഒരു രാസഘടനയാണ്. ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ തേനിൽ ഈർപ്പം വളരെ കുറവാണ്. മാത്രമല്ല, അതിലുള്ള അസിഡിക് ലെവൽ വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് മൈക്രോബുകളെയും അതുപോലെ തന്നെ ബാക്ടീരിയാസിനെയൊക്കെ തടഞ്ഞു നിർത്തും. പിന്നെ മാത്രമല്ല, നമ്മുടെ തേനീച്ചകൾ നാച്ചുറലി ഇതിലോട്ട് കൊടുക്കുന്ന ആ ഒരു ഗ്ലൂക്കോസ് പെപ്സിഡേസ് പിന്നീട് ഹൈഡ്രജൻ പെറോക്സൈഡ് ആയിട്ട് മാറുന്നതും നമ്മുടെ തേനിനെ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു കവചമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ തേൻ നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര പെട്ടെന്നൊന്നും കേടായിട്ട് പോകില്ല. അപ്പോൾ പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും തേൻ നല്ലപോലെ കുടിക്കുക. തേനിൻ്റെ ഗുണങ്ങളൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഒന്നും അധികമായിട്ട് പോകാനും പാടില്ല. അപ്പോൾ ഏതായാലും എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ ഗൈസ്.